ഇപ്പം ഈ സ്ട്രീം എക്സ് എന്ന് പറയുന്നത് ഇന്നൊരു ഐഡിയ കൊണ്ടുവരുന്നത് OTT ഒരു ഇവിടെ ട്രെൻഡ് ആവത്തൊരു ടൈമിലാണ്. ഈ ട്രെൻഡ് ആയപ്പോഴത്തേനും അത് കൊറോണ കഴിഞ്ഞിട്ടാണ് ട്രെൻഡ് ആവുന്നത്. പോസ്റ്റ് കൊറോണ ഈ OTT എന്ന് പറയുന്ന ഒരു ട്രെൻഡിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. യൂട്യൂബ് പോലൊരു ആപ്ലിക്കേഷനിലാണ് ഞങ്ങളുടെ എക്സ്പ്രഷൻ. അതായത് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കുക, മ്യൂസിക്കൽ വീഡിയോസ് സ്ട്രീം ചെയ്യുക, അതുപോലെ OTT എൻ്റർടൈൻമെൻറ്റ് കണ്ടൻസ് സ്ട്രീം ചെയ്യുക. അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായത്. ഇതൊരു പ്രൊജക്റ്റായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രൊജക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തു, കറക്റ്റായിട്ട് പ്രോപ്പർ വീട് പറയുന്നത് ഓർഗനൈസ് ചെയ്തു. ഈ ഓർഗനൈസ് ചെയ്ത വലിയൊരു പ്രൊജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് കുറച്ച് കാശ്, അത് എൻ്റെ ആനിവേഴ്സറിക്ക് കുറച്ച് കാശ് വെച്ച് ലാപ്ടോപ്പ് എടുക്കുന്നത്. ആ സമയത്ത് 3D മോഡലിംഗ് പഠിച്ചു. യൂട്യൂബ് നമുക്കിപ്പം ഈ ലോകത്ത് ഒരാളെ എന്താ പറയുക, എന്തിനും ചെയ്യണേ പോലും ഇപ്പം ഒരു കാര്യം തുടങ്ങണേലോ എന്തിനും നമുക്ക് ട്യൂട്ടോറിയൽസ് അവൈലബിൾ. എന്തിനും ട്യൂട്ടോറിയൽസ് അവൈലബിൾ. നമുക്ക് നല്ല കാര്യത്തിനെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ട്യൂട്ടോറിയലാണ്. അപ്പോൾ 3D മോഡലിംഗ് ട്യൂട്ടോറിയൽസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് പിന്നെ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അൻസാഫ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ മലപ്പുറത്തുള്ള കുറേ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാസിൽ ഓൾറെഡി എനിക്ക് നേരത്തെ തൊട്ടേ കോൺടാക്റ്റിലുള്ളതാണ്. കാരണം അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. അന്ന് ഞാനിങ്ങനെ ജസ്റ്റ് കാര്യം പറഞ്ഞു, അദ്ദേഹം എൻ്റെ അളിയാത്ത വിളിക്കുന്നത്. ഞങ്ങൾ അത്ര ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ളതാണ്. സോ അളിയൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഇൻറ്റൻഷൻസ് കറക്റ്റ് ആണെങ്കിൽ എപ്പോഴും ആ കാര്യങ്ങൾ നന്നായി വരും. അപ്പം ഞങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ എലമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ വന്ന ഫോസ്റ്റേഴ്സും അല്ലെങ്കിൽ പ്രീവിയസ് ആപ്സ് എടുത്ത് നോക്കിയാലും അത് നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം അതിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ അത് കീപ്പ് ചെയ്തത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് വേറൊന്നുമല്ല, ഒരു മേജർ അപ്ഡേറ്റ് കൊടുക്കാനായിട്ട്. അത് ഈ വരുന്ന ഇയറിൽ തന്നെ ഞങ്ങളുടെ ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഓൾറെഡി ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിട്ടുണ്ട്. അത് ക്ലൗഡ് ബെഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ് മൂവാറ്റുപുഴയിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഫൗണ്ടർ ബെഞ്ചമിൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ബെഞ്ചമിൻ സാറിൻ്റെ ഒരു സ്പോൺസർഷിപ്പിൽ ഞങ്ങൾ കട്ടപ്പനയിൽ ആ ഒരു ഇവൻറ്റ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത് വരുന്നു. അപ്പോൾ ആളുകൾക്കിടയിലേക്ക് നല്ലത് ചെയ്തൊരു ഓർഗനൈസേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുക, അങ്ങനെ ഒരു ഇവൻറ്റിലാണ് ഞങ്ങൾ ആ ഇവൻറ്റ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് പല ആളുകളുടെ പലതരത്തിലുള്ള പ്രൊഡക്ട്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും, മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകളുടെ പല തരത്തിലുള്ള ക്രിയേറ്റീവ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകൾക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടും. അത് അവരെ സംബന്ധിച്ചൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ആ ഒരു മോട്ടിവേഷനാണ് ഒരു നല്ല ജനറേഷനിലേക്ക് നയിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ബിലീഫ്. തുടങ്ങുമ്പോൾ ഏതൊരു ബിസിനസ്സിനും എന്ത് തുടങ്ങാനും ഒരു ക്യാപിറ്റൽ ആണ്. അപ്പോൾ ആരവരുടെ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്ര ക്യാപിറ്റൽ വെച്ചത്? സ്ട്രീം ഫ്ലെക്സ് ഞാൻ 0 ക്യാപിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 15 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്. അതുവരെ ആക്കിയെടുത്തത് എൻ്റെ ബാസി ബ്രോയുടെയും അല്ലെങ്കിൽ എൻ്റെ പാസ്മണിയുടെ ഞങ്ങളുടെ മാത്രം ഹാർഡ് വർക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾക്കിടയിലേക്ക് വേറെ ആരും വന്നിട്ടില്ല. ഞങ്ങൾക്കിടയിൽ ഒരു മാനേജ്മെൻറ്റ് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ പ്രകാരമാണ് എല്ലാം. ഇപ്പം എംപ്ലോയീസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ സ്കാലർ ചെയിൻ ത്രൂ, അതല്ലെന്നുണ്ട് സ്കാലർ ചെയിൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഞങ്ങളെല്ലാം A to B, B to C ആ ഒരു കോൺവെർസേഷൻ ടൈപ്പ് മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും അവിടെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആകാൻ ഞങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റിന് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒഫീഷ്യലി ഒരു കാര്യം നടത്തണമെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്തതായിട്ട് ഫോർമൽ ചെയിനിലൂടെ തന്നെ, അല്ലാണ്ട് അതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾ ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ തുടക്കത്തിൽ മൂലധനം ഒന്നുമില്ലായ്മയിൽ ഇത്ര ആക്കിയെടുക്കാൻ സാധിച്ചു. നമ്മുടെ കയ്യിൽ എത്രത്തോളം റിസോഴ്സസ് ഉണ്ട് എന്നതിനെ ആശ്രയമാക്കിയല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വളർച്ചയായിട്ട്. കാരണം ലുലു ഗ്രൂപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പുള്ളി ചെറിയൊരു ക്യാപിറ്റലിൽ നിന്നാണ്. ഇപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ നമുക്ക് അസൈൻ ചെയ്യാണ്ട് നമുക്ക് വിചാരിക്കാത്തതിന് അപ്പുറമായിരിക്കും. കാരണം അദ്ദേഹം അന്നങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ദാറ്റ് മീൻസ് എനിക്ക് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് നമുക്ക് പറ്റിയില്ലെന്ന് വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു സ്ഥാപനം ഇരിക്കാം. സോ നമ്മളുടെ കയ്യിൽ എന്തുണ്ട് എന്നതിലല്ല കാര്യം, നമ്മളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നതിലാണ് കാര്യം. അവിടെയാണ് നമ്മുടെ ഒരു ഹാർഡ് വർക്കിനുപരി സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ ചെറുതാണെന്ന് വിചാരിച്ചിരിക്കാണ്ട് കയ്യിലുള്ള സംഭവങ്ങൾ എന്താണോ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും, അതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. വി ക്യാൻ ഗെയിൻ മോർ അല്ലെങ്കിൽ വി ക്യാൻ ഏൺ മോർ പ്രോഫിറ്റ് ഓർ മോർ ലോസസ് ഇൻ ആൻ ബിസിനസ്. കാരണം പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ 2 സൈഡാണ്. അത് എടുക്കുന്നതിനാണ് അല്ലെങ്കിൽ ഒരു ഏടി കയറുന്ന പോലെ തന്നെ എത്ര പ്രോഫിറ്റ് ഉണ്ടോ അത്ര ലോസ് റേഷ്യോ ഉണ്ട്. അത് താഴോട്ട് പോയാൽ തന്നെ എത്രത്തോളം ഉണ്ട് അത്ര നെറ്റ് ലോസ് റേഷ്യോ ഉണ്ട്. അതാണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു സക്സസ് പോയത് ഞാൻ പറ്റുന്നത്. കാരണം അതിനെ നിലനിർത്താനാണ് പാടി. ഇപ്പം പൊതുവെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു സക്സസ് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് നോക്കും, നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ക്രിറ്റിസിസംസ് ചുറ്റും നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ആരോഗ്യത്തെ ഏജ് വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലായിരിക്കും. കുത്തിയാനും ഈ
എന്താന്നൊക്കെ പറയും. തീർച്ചയായും അങ്ങനെ ഉള്ളതുകൊണ്ട്, അതായത് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ സാഹചര്യത്തെ നമ്മൾ എപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും അതിൽ നിന്ന് ഒന്നും എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ സാഹചര്യം എന്താണേലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഒരു ചാനൽ ഇപ്പോൾ പാടുമ്പോൾ തമ്മിൽ പറയുക എനിക്കിപ്പോൾ ഇത് നടത്തണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ ഫൗണ്ടർ വേണ്ടെന്ന് വെച്ചാൽ അതോടെ തീർന്നു. പക്ഷേ ഒരു ക്രിറ്റിസിസം വരുമ്പോഴത്തേക്കിന് നമ്മൾ എനിക്കത് കുഴപ്പമില്ല, നീ പോയാൽ പോയി, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണ്, എന്നൊരു ധൈര്യമാണ് അതിനെ ഒരു വലിയ പീക്ക് ലെവലിലേക്ക് എത്തിക്കുന്നത്. അത് ഞാനിപ്പോൾ ക്രിറ്റിസിസംസും പോസിറ്റിവിറ്റി എടുക്കുന്നതാണ്. ഇപ്പം റീസെൻ്റ്ലി വരാക്കി അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ കുറേ ക്രിറ്റിസിസം ഫേസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇറ്റാലിയൻ VFX ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ അത് AI ആണെന്ന് പറഞ്ഞവരുണ്ട്. അതിനിപ്പോൾ ഞാൻ കളർ ഗ്രേഡ് ചെയ്ത് നല്ല രീതിക്ക് ഒരു ക്വാളിറ്റി ഔട്ട് ഇറക്കിയാൽ ഇങ്ങനെ അത് വലിയ ആൾക്കാരൊന്നും അല്ല, നമ്മുടെ റൂറൽ ഏരിയയിലുള്ളവരൊക്കെ തന്നെ എയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ലാത്തവരായിരിക്കും അവരുണ്ട്. ബട്ട് എങ്ങനെയൊക്കെ അവർ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താവും അങ്ങനെയൊക്കെ ചെയ്തു. എനിക്ക് കുഴപ്പമില്ല, അവരങ്ങനെ ഹാപ്പി ആകും. തളർന്നിട്ടുണ്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടോ? ഈ ഒരിക്കലും ഇല്ല, കാരണം അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ശരിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പാടാണ്. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും വെല്ലുവിളികളും അതുപോലെ തന്നെ എന്തെങ്കിലും ഇമോഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതിന് ഞാൻ അതിൻ്റെതായ രീതിക്കൊരു എന്താ പറയുക, ഇപ്പം ഓക്കെ ഇല്ല ഉണ്ട് ഇതായിരിക്കും ആ ഒരു മൈൻഡ് സെറ്റാണ്. അല്ലാണ്ട് നമ്മുടെ കൂടുതലായിട്ട് അതിന് വേണ്ടി കിട്ടിയില്ലാത്തതിന് ഒരിക്കലും ഇപ്പം ഒരുപാട് ഈ വെബ്സൈറ്റ് നമുക്ക് സ്പോൺസേഴ്സിൻ്റെ പല ലോപ്പൻസ് വഴി വിട്ടുപോയിട്ടുണ്ട്, അതായത് നമുക്ക് വരാണ്ട് പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും അതിന് നല്ലതായിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. കാരണം അവർ ആ ഒരു എമൗണ്ട് കൊണ്ട് പല എതിരായിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ലോസ് ആയി പോയിട്ടുള്ളൂ. അതൊരിക്കലും നമ്മുടെ തെറ്റുമല്ല, അവരുടെ ഇൻറ്റൻഷൻസ് അല്ല, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റോങ് ആയ സ്പേസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇതുവരെ അത് റോങ് ആയിട്ട് പോയിട്ടില്ല. നമ്മുടെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോഴോ അതിന് ചുറ്റുപാടുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ നോക്കാറിയോ, ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിരിക്കുക. നമ്മളിലൂടെ ഒരു 10 പേരെങ്കിൽ പോട്ടെ, 10 പേര് ഹാപ്പി ആയിരുന്നാൽ മാത്രം മതി. നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് എത്രത്തോളം ഇതുള്ളൂ, അത്ര അവിടെ ഹാപ്പി ആയിരുന്നാൽ മാത്രം.